ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ മോൻ പൂജയൊക്കെ ചെയ്തപ്പോൾ വന്നു. പൂജയൊക്കെ ചെയ്തപ്പോൾ വന്ന് പ്രണാം ചെയ്യുന്നതാണ് കേട്ടോ. പൂജാ റൂമിൽ വന്ന് പ്രണാമൊക്കെ ചെയ്ത് നിൽക്കുന്നു. ഈ പൂജാ റൂമിൽ തൊഴുതിട്ട് പോകുന്നതായി കാണുന്നത് കേട്ടോ. എന്താണ്, എവിടെ പോകുന്നു? എന്നെ വിളിച്ചോണ്ട് പോകുന്നതാ കേട്ടോ. തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി എന്നെ വിളിച്ചോണ്ട് പോകുന്ന. ഇവിടെ വന്നൊരു നോട്ടം. അലക്കുന്നതൊക്കെ ഒന്ന് നോക്കി പോവുകയാണ് കേട്ടോ. അലക്കുന്നതൊക്കെ നോക്കും, എൻ്റെ എല്ലാ പണിയും നോക്കും കേട്ടോ. അലക്കുന്നതൊക്കെയാണ് ഈ നോക്കുന്നത്, അലക്കുന്നു ഞാൻ. അതുകൊണ്ടാണ് ഈ വന്ന് നോക്കുന്നത്. എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്തുവാ? പ്രാർത്ഥിച്ചാ പൊന്നു? പ്രാർത്ഥിച്ചാ തമ്പായി? പ്രാർത്ഥിച്ചാ? ചോറ് അമ്മ വെക്കണം. പൊന്നിൻ്റെ ചോറ് വെക്കുന്നു. ചോറ് വെക്കുന്നു. എല്ലാവർക്കും ഒരു ഹായ് തന്നേ. എല്ലാവർക്കും ഒരു ഹായ് തന്നേ പൊന്നു. ഒരു ഹായ് ഹായ് കൊടുത്തേ. രാവിലെ ഒരു മോർണിംഗ് ഹായ് കൊടുത്തേ. മോർണിംഗ് ഹായ്. ഹായ് ഹായ്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ കൈ വേണ്ട, ഈ കൈ. ഹായ് ഹായ്. ഒരു മോർണിംഗ് ഹായ്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ. ഇത് ഈ കൈ. ഓ, എപ്പോഴെപ്പോഴും പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല കേട്ടോ. പോകുന്ന ചേച്ചിയുടെ റൂമിൽ പോണോ മോന്? പോണോ? ചൂടെടുക്കുന്നല്ലേ, ഭയങ്കര ചൂട്. ശരി, പോക്കോ. തുറക്ക്. മോൻ തന്നെ തുറന്നേ. മമ്മിയുടെ സഹായം ഇല്ലാതെ തന്നെ തുറന്നേ പൊന്നു. തുറന്നേ. ആ, തുറക്ക്. തല കൊണ്ട് തുറന്നേ പൊന്നു. അവനെ ഭയങ്കര ചൂട്, അതുകൊണ്ട് എ സി റൂമിൽ പോകാനായിട്ടോ. പോക്കോ ഏട്ടാ. കിടന്നോ. ചോറാവുമ്പോൾ വിളിക്കട്ടെ മമ്മ. ഭക്ഷണമാകുമ്പോൾ വിളിക്കട്ടെ കേട്ടാ. മമ്മി തുണി വിരിച്ചിട്ട് വരാം. ഭയങ്കര വെയിൽ. ഇവിടെ നിന്നോ, എൻ്റെ പറ വരണ്ട പൊന്നോ. ഓ, അതിന് മുമ്പേ അവൻ പോന്ന്. മമ്മിക്ക് എപ്പോഴും സെക്യൂരിറ്റിയാണ്. വെയിലിടാ. ഓ, തുണി വിരിക്കാൻ വന്നാണ് ഗൈസ്. അപ്പോഴത്തേക്ക് വന്ന് ജനലിൽ നോക്കുന്നു കേട്ടോ, ഇവിടെ ഉണ്ടോന്ന്. അവൾ ഭയങ്കര ചൂട്. ഈ ചൂടത്ത് ഒന്നൊന്ന് നോക്കണം അവിടെ ഉണ്ടോയെന്ന്. അവൾ ഇവിടെ വന്ന് പോവാ. അപ്പോൾ ഗൈസ്, അവൻ്റെ ചോറൊക്കെ കൊടുത്തു. വന്ന് കിടക്കുന്നു കേട്ടോ. കുറേ നേരമായി. ഇന്നലെയൊന്നും അവൻ ഭക്ഷണം ശരിക്കും കഴിച്ചില്ല കേട്ടോ. കുറച്ച് കഴിച്ചോളൂ. അപ്പോൾ ഇന്ന് വിശന്നുകൊണ്ട് എൻ്റെ പിറകെയായിരുന്നു. കണ്ടില്ലേ, തുണി വിരിക്കാൻ പോകുമ്പോഴും എൻ്റെ പിറകെ വരും. അടുക്കളയിൽ പണിയുമ്പോൾ എന്നെ ഭയങ്കര കാര്യം. എന്നെ ഒരിടത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, വലത്തോട്ടോ ഇടത്തോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഒന്നും എന്നെ വിടുവില്ല കേട്ടോ. അങ്ങനെയാണേ. ഊണൊക്കെ ഇന്ന് ചോറ് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു. ഫുഡ് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കൊടുത്തു വന്ന് കിടക്കുന്നതായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഒരുപാട് കൊടുത്തില്ല. കുറച്ചായിട്ടേ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിയട്ടെ, എന്നിട്ടൊക്കെ നേരാവണ്ണം കൊടുക്കാമെന്ന്. ഇന്നലെ അധികമൊന്നും കഴിച്ചില്ല. അവൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കിടന്നത് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ അവന് വിശന്നു തോന്നുന്നു. അപ്പം ഞാൻ ഒരു റൊട്ടി കൊടുത്തു, അതും കഴിച്ചു. അല്ലെങ്കിൽ അവൻ നല്ലതായിട്ട് മുട്ടയൊക്കെ കഴിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ ഒന്ന് ഛർദ്ദിച്ചുകൊണ്ട് അതൊന്നും കൊടുത്തില്ല. ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഇന്ന് പിന്നെ വിശന്ന് കേട്ടോ. അവന് വിശന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് എന്നെ വന്ന് കുറേ നേരമായിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് എന്നെ വന്നു കേട്ടോ. അന്ന് ഞാൻ ഫുഡ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുക്കണ്ടേ, ഭയങ്കര ചൂട്. 2 ഫാൻ ഇട്ടിട്ടും തണുക്കണില്ലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു. വന്ന് കിടക്കുന്നു. ആശൻ കള്ളക്കുട്ടൻ, അമ്മയുടെ കള്ളക്കുട്ടൻ വന്ന് കിടക്കുന്നു. പാവം കേട്ടോ, 5 പാവമാണ്. 5 പാവം സാധുക്കളാണ് കേട്ടോ. അയ്യോ, ഇവരെയൊക്കെ വിഷമിപ്പിക്കുന്നവരുണ്ടല്ലോ, ഒരിക്കലും നന്നാവത്തില്ല. ഒരിക്കലും. എന്നാൽ അത്ര പഞ്ചപാവങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മുടെ ലാബൊക്കെ എന്ന് പറഞ്ഞാൽ, ലാബഡോ എന്ന് പറഞ്ഞാൽ ഫാമിലി അറ്റാച്ച്മെൻ്റാണ്. ഇവർ ഒരുപാട് ഇവർക്ക് സ്നേഹിക്കാനേ അറിയാവൂ കേട്ടോ. പിന്നെ ഇവർ കടിക്കുന്നതെന്നൊക്കെ അവരുടെ മുതലാളിമാരെയൊക്കെ ഉപദ്രവിക്കാൻ വരുന്നവരെ അവർ കടിക്കും. അങ്ങനെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ പാവം കേട്ടോ. ഇങ്ങനെ കാരണം ഞാനിപ്പോൾ 1 വർഷം 1.25 വർഷമായി നാട്ടിൽ പോലും പോകുന്നില്ല. എനിക്ക് ഇട്ടിട്ട് പോകാൻ മനസ്സ് തോന്നുന്നില്ല. ആരുടെ കയ്യിൽ കൊടുക്കാനും മനസ്സ് തോന്നുന്നില്ല. അവർ ഫുഡ് ശരിക്കും കൊടുക്കുമോ, നല്ലവണ്ണം നോക്കുമോ, അടിക്കുമോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക്
ഒരാൾ അവനെ എന്തെങ്കിലും കാരണവശാൽ പുറത്തുള്ളവർ വന്ന് വഴക്ക് പറഞ്ഞാൽ പോലും മോളുടെ മുഖമൊക്കെ അങ്ങ് മാറും കേട്ടോ. മോനാണെങ്കിൽ പെട്ടെന്ന് പറയും കേട്ടോ, അവനെ തൊട്ട് കളിക്കണ്ട എന്ന് പറയും. അങ്ങനെയാണ്. ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് അവനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോഹമൊക്കെ മാറും കേട്ടോ. കാരണം അവനെ അത്രയധികം ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതാ, അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുന്നു. എനിക്ക് 2 മക്കളിലുള്ളത് 3 മക്കളെന്നാണ് പറയുന്നത് ഞാൻ. ഞങ്ങളുടെ മകനൊക്കെ തന്നെയാണ് അവൻ. ഇവരെയൊക്കെ ദ്രോഹിച്ച അയ്യോ, നമ്മളൊക്കെ വെള്ളം ഇറങ്ങാതെ ചാകുകയുള്ളൂ. അത്രയ്ക്ക് പാപങ്ങളായിരിക്കും. കാരണം അവരോട് കാണിച്ചാൽ പാപങ്ങളാണ് ഇവർ. ഇവരുടെ മോൻ കണ്ട എങ്ങനെ തോന്നുന്നല്ലേ ചിലവർക്കൊക്കെ. അത്ര മനസ്സ് കാഠിന്യമുള്ളവർക്ക് മാത്രമേ ഇവരെ ദ്രോഹിക്കാൻ പറ്റൂ. മനസ്സില്ലാത്തവർ കൊണ്ട് കളയുന്നവരൊക്കെ എങ്ങനെ രാത്രി ഉറങ്ങണമെന്നാണ് ഓർക്കുന്നത്. ഞങ്ങളൊക്കെ 100 പ്രാവശ്യം എണീറ്റ് ഇവനെ നോക്കി, ഇവനും വെള്ളം കൊടുക്കും, വെള്ളം അപ്പം കൊടുക്കും, അങ്ങനെയൊക്കെ ആയിട്ടോ. എങ്ങനെ ഇതുപോലെയുള്ള പെറ്റുകളൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എങ്ങനെ അവർ ഉറങ്ങുന്നെന്നാണ് ഓർക്കുന്നത്. അയ്യോ, സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമുക്കൊന്നും പറ്റൂല കേട്ടോ ഇങ്ങനെയാണ്. ഇപ്പോൾ പൊന്നു കണ്ടോ. അപ്പോൾ എൻ്റെ മോൻ രാവിലെ തൊട്ട് ഞാനപ്പോൾ ഒരു കുറച്ച് വീഡിയോ ആയിട്ട് ഇവനിൽ നിന്ന് എടുത്തതാണ്. ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ ഗൈസ്, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ പോയാൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നില്ല. താഴെയാണെങ്കിൽ ഇവനെ എ സി ഇല്ലാതെ കിടക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ പണിയായിട്ട് ഇങ്ങനെ വിയർത്തൊലിച്ചൊക്കെ നടക്കും. അത് കഴിഞ്ഞ് കുളിക്കും, പിന്നെയും വിയർക്കും, പിന്നെയും കുളിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ. അതുവരേക്ക് ബൈ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. പുതിയതായിട്ട് കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നും ഇതേ വേദവാക്കി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.